قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. ഖൂലു എന്ന് പറഞ്ഞാൽ പറയുവിൻ എന്നാണ്. ഖൂലു നിങ്ങൾ പറയുക. ഖുൽ ഖൂലു ഖുൽ നീ പറയുക. ഖുൽ ഖൂലു നിങ്ങൾ പറയുക. അത് ഫിഅല് അംറാണ്, കൽപ്പനക്രിയയാണ്. ഖൂലു നിങ്ങൾ പറയുക. അതായത് അത് ഫിഅല് അംറാണ്. യഖൂലൂന അല്ലെങ്കിൽ തഖൂലൂന, ഖാല യഖൂലു അതിൽ നിന്നുണ്ടാകുന്ന തഖൂലൂന നിങ്ങൾ പറയുന്നു. തഖൂലൂന എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു. അതിന്റെ നൂനിനെ ഒഴിവാക്കി ഫിഅല് അംറുണ്ടാക്കി അതാണ് നൂനിനെ ഹദഫ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയാണ് ഖൂലു എന്ന് നിങ്ങൾ പറയുക. അപ്പൊ അതിലെ വാവുൽ ജമാഅത്ത് ഖൂലു നിങ്ങൾ എന്ന അർത്ഥത്തിലാണ് വാവ്. അതാരാണ് പറയുക എന്നതിന്റെ ആ ഫിഅല് ചെയ്യേണ്ടത് ആരാണ്? നിങ്ങളാണ്. അപ്പോ അതാണ് അവിടെ ഖൂലു. ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു. ഖൂലു നിങ്ങൾ പറയുക. എന്താ പറയേണ്ടത്? ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുക. ആമന ആമനു അങ്ങനെ തുടങ്ങിയിട്ട് ആമൻതു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന്. അതിന്റെ സീഗ എന്താണ്? മുതക്കല്ലിമ ജംആണ്. ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു. അതായത് അത് ഫിഅല് മാദിയാണ്. ആമന അഅ്മന അഫ്അല വസ്നില് വരുന്നത് അല്ലേ? അമിന എന്നതിൽ അതാണ് അതിന്റെ അടിസ്ഥാന പദം. അതിൽ നിന്നാണ് അതിന്റെ അഫ്അല വസ്നിൽ വരുന്നതാണ് ആമന. അതായത് അഅ്മന അതാണ് രണ്ട് ഹംസ ഒരുമിച്ച് വന്നതുകൊണ്ട് ആമനയായി മാറും. അതിന് ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോ ആമന്ന എന്ന് പറയുന്നത് ഫിഅല് മാദി.
നാ എന്നത് വമീർ സുക്കൂനിൽ മബ്നിയാകുന്ന വമീറാണ് നാ നാ ആമന്നാ നാ എന്നത്. അത് ഞങ്ങൾ വിശ്വസിച്ചു എന്ന ആ പ്രവൃത്തി ചെയ്യുന്ന വമീർ ആരാണ്? ഞങ്ങളാണ്. അപ്പോ ഫായിലാണ് ഞങ്ങൾ. ഫായിൽ എപ്പോഴും എന്തായിരിക്കും? മർഫൂ ആയിരിക്കും. ഖൂലു ആമന്ന ബില്ലാഹി അല്ലാഹുവിൽ ബി ഹർഫ് ജർ. അല്ലാഹു എന്നതിന്റെ മുമ്പ് ബി വന്നതുകൊണ്ടാണ് അത് ബില്ലാഹി എന്നാകുന്നത്. അപ്പൊ അത് ഇസ്മുൽ ജലാല മജ്റൂർ. അപ്പോ എന്തൊക്കെയാണ്? ഖൂലു ആമന്നാ ബില്ലാഹി, നിങ്ങൾ പറയുക അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹുവിൽ മാത്രാണോ? അല്ല. വ അറാഖിന്റെ വാവ് വരാണ്. വേറൊന്നിലും കൂടി വിശ്വസിക്കുന്നുണ്ട്. വ മാ ഉൻസില, വ മാ യാതൊന്നിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഖൂലു നിങ്ങൾ പറയുക ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബില്ലാഹി അല്ലാഹുവിൽ വ മാ യാതൊന്നിലും. അപ്പോ ബില്ലാഹി അല്ലാഹുവിലും യാതൊന്നിലും വാവ് അവിടെ ഹർഫ് അത്ഫാണ്. പിന്നെ മാ യാതൊന്ന്, യാതൊന്നിലാണ് വിശ്വസിക്കുന്നത്. അല്ലാഹുവിലും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാ എന്ന് പറയുന്ന യാതൊന്നിലും. ഇപ്പൊ മാ എന്താണ്? ഇസ്മ് മൗസൂലാണ്. അത് സുക്കൂനില് മബ്നിയാണ്. അത് ജറിന്റെ സ്ഥാനത്താണ് വരിക. കാരണം മഅ്തൂഫാണ്. ജറ് ബി എന്നതിലേക്ക് അല്ലാഹ് എന്നതിലേക്ക് ബില്ലാഹി വ ബിമാ അങ്ങനെയാണ്. ഖൂലു ആമന്ന ബില്ലാഹി വ ബിമാ. പക്ഷെ അത് ആ അർത്ഥത്തിന്റെ വാവ് നൽകുന്നതോടുകൂടി പിന്നെ ബി പറയേണ്ട ആവശ്യമില്ല. ബി പറഞ്ഞാൽ തെറ്റല്ല, പക്ഷെ ബി പറയേണ്ട ആവശ്യമില്ല. ബി പറഞ്ഞില്ലെങ്കിലും അത് വാവ് വന്നോടുകൂടി നേരെ മുമ്പുള്ളതിലേക്ക് അത് അക്ഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാ എന്ന് പറയുന്നത് അതാണ്. ആ യാതൊന്ന് എന്താണ്? ആ യാതൊന്നിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ യാതൊന്ന് എന്താണ്? അത് ഉൻസില. ഉൻസില ഇറക്കപ്പെട്ടു. അൻസല നസല ഇറങ്ങി. അതിന്റെ അഫ്അല വസനില് വരുന്നതാണ് അൻസല. അതിന്റെ മജ്ഹൂൽ രൂപമാണ്. അതായത് ഫായിലിനെ പറയാത്ത. അൻസല എന്ന് പറയുമ്പോൾ അവൻ ഇറങ്ങി, അല്ല അവൻ ഇറക്കി. നസല അവൻ ഇറങ്ങി, അൻസല അവൻ ഇറക്കി. അതിന്റെ മജ്ഹൂല് എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തത് എന്നർത്ഥം. എന്തറിയപ്പെടാത്തത്? ഫാഇൽ അറിയപ്പെടാത്ത രൂപം. അതാണ് ഉൻസില എന്ന് പറയുന്നത്. അതിനെന്താ പറയാ? ഫിഅ്ൽ മാദി മബ്നിയുൻ ലിൽ മജ്ഹൂൽ. അതോടൊപ്പം തന്നെ അത് മബ്നിയുൻ അലൽ ഫത്ഹാണ്. സാധാരണ ഫിഅ്ൽ മാദി ഫത്ഹിൽ മബ്നിയാകുന്നത് പോലെ. പിന്നെ ഇപ്പോ ഒരു മജ്ഹൂലാകുമ്പോ അതിന് നായിബ് ഫാഇൽ ഉണ്ടാവും. ഫാഇലല്ല ഉണ്ടാവുക, നായിബ് ഫാഇൽ ഉണ്ടാവും. ഇതിൽ നായിബുൽ ഫാഇൽ വമീറാണ്, മുസ്തത്തിറായ വമീർ അല്ലെ? മുസ്തത്തിറായ വമീർ. അതിലെ എനിക്ക് തഖ്ദീർ ഹുവയാണ്. അത് ഇറക്കപ്പെട്ടു. വമാ ഉൻസില യാതൊന്ന്. അമന്നാ ബില്ലാഹി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അല്ലാഹുവിൽ. വമാ യാതൊന്നിലും
ഉൻസില അത് ഇറക്കപ്പെട്ടു. അപ്പോ ഇറക്കപ്പെട്ടതിലും എന്നർത്ഥം വരും. വമാ ഉൻസില ഇലൈന ഞങ്ങളിലേക്ക്. ഇല ഹർഫ് ജർ ഇല. നാ എന്ന് വരുന്നത് വമീറാണ്. പക്ഷെ അത് ജറിന്റെ സ്ഥാനത്താണ് വരിക അല്ലെ. മജ്റൂറായി വരും. ഇലൈന നാ ഞങ്ങളിലേക്ക്. ഇലൈന ഞങ്ങളിലേക്ക്. ഇലൈഹി അവനിലേക്ക്. ഇലൈക്ക നിന്നിലേക്ക്. ഇലയ്യ എന്നിലേക്ക്. ഇലൈന ഞങ്ങളിലേക്ക്. വമാ ഉൻസില ഇലൈന ഞങ്ങളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോ ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈന. വീണ്ടും വമാ ഉൻസില. അപ്പോ അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലൈന ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു എന്നർത്ഥം അല്ലെ. ആമന്നാ ബില്ലാഹി വ ആമന്നാ ബിമാ ഉൻസില ഇലൈന. വീണ്ടും വ ആമന്നാ ബിമാ ഉൻസില ഇല ഇബ്രാഹിമ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഇവിടെ വാവ് അത്ഫിന്റെ വാവ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹർഫ് അത്ഫാണ്. പിന്നെ ഉൻസില ഇല അത് വിശദീകരിച്ചു. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഉൻസില എന്ന് പറയുന്നത് ഫിഅ്ൽ മാദി മബ്നിയുൻ ലിൽ മജ്ഹൂലി മബ്നിയുൻ അലൽ ഫത്ഹി. അതിലെ നായിബുൽ ഫാഇൽ ളമീർ മുസ്തത്തിർ തഖ്ദീറുഹു ഹുവ. ഇനിയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇലാ ഇബ്രാഹിമ. ഇലാ ഹർഫ് ജർ. ഇബ്രാഹിമ ഇസ്മ മജ്റൂറാണ്. ഇബ്രാഹിമ അത് ജർ ചെയ്യപ്പെടുമ്പോഴും ഇബ്രാഹിമ എന്ന് പറയാം. നസ്ബ് ചെയ്യപ്പെടുമ്പോഴും ഇബ്രാഹിമ എന്ന് പറയാം. റഫിന്റെ സന്ദർഭത്തിൽ മാത്രം ഇബ്രാഹിമു എന്ന് പറയും. ഇലാ ഇബ്രാഹിമ. പിന്നെ വ അത് ഇവിടെ അത്ഫ് വരികയാണ്. ഈ അത്ഫിന്റെ വാവ് അത് പിന്നെ മടങ്ങുന്നത് ഇസ്മാഈല എന്ന് പറയുന്നത് ഇബ്രാഹിമ എന്ന് പറഞ്ഞതിന് ശേഷം വാവ് പറയുമ്പോൾ ഇസ്മാഈല അത് മഅ്തൂഫ്. ഇസ്മായിൽ എങ്ങോട്ടാണ് അത്ഫ് ചെയ്യുന്നത്? ഇബ്രാഹിമിലേക്കാണ്. മനസ്സിലായല്ലോ. അപ്പോ നേരത്തെ പറഞ്ഞ വമാ ഉൻസില എന്ന് പറയുന്ന വാവ് അത് വരുന്നത് ബിയിലേക്കാണ്. ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില എന്ന് പറയുമ്പോൾ ആ വാവ് അത് മഅ്തൂഫ്. അത് അതിന് ശേഷം വരുന്ന മാ എന്നത് മഅ്തൂഫാണ്. എങ്ങോട്ട്? അള്ളാഹുവിലേക്ക്. അപ്പോൾ അവിടെ അള്ളാഹു എന്ന് പറയുന്നത് ബില്ലാഹിയാണ്. എന്നാൽ ഇവിടെ അതുപോലെ തന്നെ ഇലാ ഇബ്രാഹിമ. ഇവിടെയും ഇല എന്നുള്ളത് ഹർഫ് ജറാണ്. എന്നാലും അത് മടങ്ങുന്നത് ഇസ്മാഈല എന്നുള്ളത് അത് അത്ഫ് ചെയ്യുന്നത് ഇബ്രാഹിമിലേക്കാണ്. അപ്പോ ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത്. അപ്പോ ഇബ്രാഹിമ വാവ് വീണ്ടും ഹർഫ് അത്ഫ്. ഇസ്മാഈല എന്ന് പറയുമ്പോൾ ഇസ്മാഈല മഅ്തൂഫ് മജ്റൂർ. മഅ്തൂഫ് മജ്റൂർ. പിന്നെ ഇസ്മാഈല വ ഇസ്ഹാഖ വീണ്ടും വാവ് ഹർഫ് അത്ഫ്. ഇസ്ഹാഖ ഇസ്ഹാഖിലേക്കും ഇസ്മാഈലിലേക്കും ഇബ്രാഹിമിലേക്കും ഇസ്മാഈലിലേക്കും ഇസ്ഹാഖിലേക്കും യാഖൂബിലേക്കും വൽ അസ്ബാത്തി സന്താന അല്ലെങ്കിൽ സന്തതികൾക്കും എന്നർത്ഥം. ഇസ്ഹാഖ എന്ന് പറയുന്നതും ഉടന്തായി മഅ്തൂഫ് മജ്റൂർ. ഇസ്മാഈല വ ഹർഫ് അത്ഫ്. യാഖൂബ യാഖൂബിലേക്കും വൽ അസ്ബാത്ത് സിബത്ത് അതിന്റെ ബഹുവചനമാണ് അസ്ബാത്ത്. അൽ അസ്ബാത്തു എന്നത് ഇവിടെ
വൽ അസ്ബാത്തി എന്നാവാനുള്ള കാരണം അത് മഅ്തൂഫാണ്. എന്നിട്ട് ഇബ്രാഹീമ അല്ലെ, ഇലാ ഇബ്രാഹീമ വ ഇലാ ഇസ്മാഈല വ ഇലാ ഇസ്ഹാഖ വ ഇലാ യഅഖൂബ വ ഇലൽ അസ്ബാത്തി. അപ്പൊ അസ്ബാത്തി എന്നാവാനുള്ള കാരണം ഇല അതിന് മുമ്പിൽ വന്നിട്ടുണ്ട്, അത് മഅ്തൂഫാണ്. വാവ് ഹർഫ് അത്ഫ് വ അൽ അസ്ബാത്തി മഅ്തൂഫ് മജ്റൂർ. ഇവിടെ എന്താണ് ഇസ്മാഈല എന്നുള്ള കാരണം ഇസ്ഹാഖ അല്ലെങ്കിൽ ഇബ്രാഹിമ ഇസ്മാഈല ഇസ്ഹാഖ യാഖൂബ ആ ഇസ്മുകളൊക്കെ അത് ജറ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഫത്ഹിന്മേലാകുന്നു എന്ന് മനസ്സിലാക്കുക. ജറ് ചെയ്യപ്പെടുന്നത് ഫത്ഹിന്മേലാകുന്നു. വമാ ഊതിയ മൂസ വമാ ഊതിയ മൂസ. കൂടെ ഞാൻ വാവ് എങ്ങോട്ട് പോകുന്നു? ആമന്നാ ബില്ലാഹി പറഞ്ഞല്ലോ, ആ ബില്ലാഹി ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില എന്ന് പറഞ്ഞ ശേഷം പിന്നെ വമാ ഊത്തിയ, ഏതിലും വിശ്വസിച്ചിരിക്കുന്നു. ഊത്തിയ നൽകപ്പെട്ടതിലും, വമാ യാതൊന്നിലും. ആമന്നാ ബില്ലാഹി ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഊത്തിയ നൽകപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു എന്നർത്ഥം. വമാ ഊത്തിയ നൽകപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ വാവ് അത്ഫിന്റെ വാവാണ്. പക്ഷെ ആ അത്ഫിന്റെ വാവ് പോകുന്നത് ഇതിന് ശേഷമുള്ള മാ എന്നത് ഇസ്മ മൗസൂൽ മഅ്തൂഫാണ്. മൗസൂൽ മബ്നി അല സുക്കൂൻ ഫി മഹല്ലി ജർ മഅ്തൂഫാണ്. കാരണം മാ എന്നത് മടങ്ങുന്നത് അത്ഫ് ചെയ്യപ്പെട്ട എങ്ങോട്ട്? ആമന്ന ബില്ലാഹി എന്നതിലേക്ക്, ബില്ലാഹി എന്നതിലേക്ക്. അതായത് വബിമാ ഊതിയ എന്നർത്ഥം. വബിമാ ഊതിയ, ഊതിയ നേരത്തെ പറഞ്ഞതുപോലെ ഉൻസില എന്ന് പറഞ്ഞതുപോലെ അത് മജ്ഹൂലാണ്. അതായത് ആത്ത എന്നതിൽ നിന്നുണ്ടാകുന്ന അതിന്റെ മജ്ഹൂൽ രൂപമാണ് ഊതിയ, നൽകപ്പെട്ടു. നൽകപ്പെട്ടു, നൽകി എന്നല്ല. ആത്ത നൽകി, ഊതിയ നൽകപ്പെട്ടു. അത് ഫിഅല് മാദി. മബ്നിയുൻ ലിൽ മജ്ഹൂലി ഊതിയ. അതിലെ നായിബ് അൽ ഫാഇൽ ഇവിടെ ഊത്തിയ വരുമ്പം അതിനൊരു നായിബുൽ ഫായിൽ വരും. അതിനുശേഷം പറയുന്നതാണ് ഒമാ ഊത്തിയ മൂസ, മൂസ നൽകപ്പെട്ടത്. നേരത്തെ ഒമാ ഉൻസില പറഞ്ഞപ്പോ ഇല ഇബ്രാഹീമ, അതിനുശേഷം ഇല എന്നുള്ള ഹർഫ് ജർ വന്നിട്ടുണ്ട്. ഇവിടെ ഹർഫ് ജറൊന്നുമില്ല. ഒമാ ഊത്തിയ ഇല ഇല്ല. ഒമാ ഊത്തിയ മൂസ, മൂസ നൽകപ്പെട്ടതിലും. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് അവിടെ ഊത്തിയ എന്നതിലെ നായിബ് ഫായിലിനെ നേരിട്ട് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. മൂസ ആർക്ക് നൽകപ്പെട്ടത്? മൂസ. അപ്പൊ മൂസ എന്നതിവിടെ എന്താണ്? നായിബ് ഫായില് മർഫൂആണ്. പിന്നെ നൽകപ്പെട്ടതിൽ എന്ന് പറയുമ്പോൾ ഉൻസില എന്ന് പറഞ്ഞപ്പോ ഇല ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത്. ഊത്തിയ മൂസ, അതിലേക്ക് അത്ഫ് ചെയ്യുന്നത് വാവ് ഹർഫ് ജർ ഈസ, അത് മഅ്തൂഫാണ്. ഇവിടെ
നായിബ് ഫാഇൽ അത് മർഫൂ ആയിട്ടാ വരിക. അപ്പൊ ഇവിടെ മൂസ എന്ന് പറയുമ്പോൾ നായിബ് ഫാഇൽ മർഫൂ ആണ് അല്ലെ. വ ഹർഫ് ജർ, വ ഈസ മഅതൂഫ് മർഫൂ ആണ്. വമാ ഊതിയ മൂസ വ ഈസ. അതുപോലെ വ ഹർഫ് അത്ഫ് വീണ്ടും വമാ ഊതിയ നബിയൂന. അപ്പൊ ബില്ലാഹി എന്നതിലേക്ക് വരുന്ന അത്ഫായി വരുന്ന പദങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. വമാ ഉൻസില ഇലൈന അല്ലെ, പിന്നെ വമാ ഉൻസില ഇല ഇബ്രാഹിമ, അതൊക്കെ അങ്ങോട്ട്. പിന്നെ പറയുന്നത് വമാ ഊതിയ മൂസ വ ഈസ. പിന്നെ പറയുന്നത് വമാ ഊതിയ നബിയൂന മിർ റബ്ബിഹിം. വമാ ഊതിയ വീണ്ടും വാവ് ഹർഫ് ആണ്. മാ ഇസ്മു മൗസൂൽ. രക്ഷിതാവ്. അപ്പൊ ഹും എന്നതവിടെ എന്താണ്? മുളാഫ് ഇലൈഹിയാണ്. മുളാഫ് ഇലൈഹിയാണ്. ഹും എന്നത് ഹിം, ഹിം റബ്ബിഹിം എന്നാണ് അല്ലേ. അപ്പൊ ളമീർ സുക്കൂനിൽ മബ്നിയാകുന്ന ളമീറാണ് ഹും. സുക്കൂനിൽ മബ്നിയാകുന്ന ളമീറാണ്. അത് ജർറിന്റെ സ്ഥാനത്താണ് വരിക, മുളാഫ് ഇലൈഹി ആയതുകൊണ്ട്. വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു. ലാ നുഫർരിഖു, ഞങ്ങൾ വ്യത്യാസം വരുത്തുകയില്ല എന്നാണ്. വ്യത്യാസം വരുത്തുകയില്ല. ഫറഖ യഫുറുഖു, ഫറഖ യഫുറുഖു. ഫർഖ്, അതിന്റെ മസ്ദർ ഫർഖ്. വ്യത്യാസമുണ്ടായി. അതിന്റെ ഫഅല വസ്നാണ് ഫറഖ.
അതിന്റെ ഫഅല വസനാണ് ഫറഖ. ഫറഖ യുഫർഖു തഫ്രീഖ്. വ്യത്യാസം വരുത്തൽ അല്ലെങ്കിൽ ഭിന്നതയുണ്ടാക്കൽ എന്നൊക്കെ പറയാം. ഫറഖ ഫറഖ യുഫർഖു തഫ്രീഖ്. ലാ നുഫർഖു ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കും. ലാ എന്നത് ഹർഫ് നഫിയാണ്. ലാ നുഫർഖു നുഫർഖു എന്ന് പറയുമ്പോൾ ഫിഅല് മുളാരി മർഫൂആയി വരുന്നു. ലാ നുഫർഖു നുഫർഖു ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നു. ലാ നുഫർഖു ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല എന്നാണ്. ലാ നുഫർഖു ബൈന ബൈന ഇടയിൽ ഇടയിൽ ബൈന അഹദിൻ ബൈന അഹദിൻ ഒരാൾക്കിടയിൽ ഒരാൾക്ക് ഇടയിലും. ബൈന എന്ന് പറയുന്നത് എന്താണ്? ളർഫ് മക്കാനാണ്. ളർഫ് മക്കാന് മൻസൂബ്. ബൈന ബൈനയിലേക്ക് ചേർത്തുകൊണ്ട് അഹദിൻ പറയുമ്പോൾ അത് മുളാഫ് ഇലൈഹിയായി. ബൈന മുളാഫും അഹദിൻ എന്നത് മുളാഫ് ഇലൈഹിയായി. അപ്പൊ ബൈന അഹദിൻ ഒരാളുടെ ഇടയിലും ഒരാൾക്കിടയിലും ഒരാളുടെ ഇടയിലും വലൈക്കും അസ്സലാം ഒരാളുടെ ഇടയിലും ബൈന അഹദിൻ മുളാഫ് ഇലൈഹി മജ്റൂർ. മർഫൂ എന്ന് പറഞ്ഞാൽ റഫ്ഉ ചെയ്യപ്പെട്ടത്. റഫ്ഉ ചെയ്യപ്പെട്ടത് എന്നാണ് മർഫൂവിന്റെ അർത്ഥം. ലാ നുഫർഖു ബൈന അഹദിൻ മിൻഹും അവരിൽ നിന്ന്. മിൻഹും മിൻ ഹർഫ് ജർ അല്ലേ? ഹും എന്നത് ളമീർ സുക്കൂനിൽ മബ്നിയാകുന്ന ളമീർ. ഹും ഈ മഹല്ല് ജർ ജറിന്റെ സ്ഥാനത്ത് മിൻഹും മിൻ എന്ന ഹർഫ് ജർ അതിനു മുമ്പിൽ വന്നതുകൊണ്ട്. വലാ നുഫർഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ونحن له مسلمون ونحن له مسلمون ونحن ഞങ്ങൾ ആകുന്നു അല്ലെങ്കിൽ വനഹ്നു അത് അത്ഫിന്റെ രൂപത്തിലും അല്ലെങ്കിൽ ഞങ്ങളാവട്ടെ ഹാലിന്റെ രൂപത്തിലും പറയാറ്. വനഹ്നു മാനുമൂലി നൽകിയ അർത്ഥത്തിൽ ഞങ്ങൾ അവന് കീഴൊതുങ്ങിയവരും ആകുന്നു എന്നാണ് ആയത്തിന്റെ അർത്ഥം. നൽകിയപ്പോൾ അതേപോലെ ഇവിടെ അത്ഫ് അല്ലെങ്കിൽ ഹാലിയ ആയിട്ട് പറയപ്പെടാം.
വനഹ്നു നഹ്നു ഞങ്ങൾ, നഹ്നു ഞങ്ങൾ ളമീറാണ് അല്ലേ, ളമീറാണ്. വമ്മില് മബ്നിയാകുന്ന വമീറ, അതിവിടെ മുബ്തദഇന്റെ സ്ഥാനത്താണ് വരിക, റഫ്ആയിട്ടാണ് വരിക, റഫ്അല് ആയിട്ടാണ് ഇവിടെ മുബ്തദഇന്റെ സ്ഥാനത്താണ്. വനഹ്നു ലഹു അവന്, ലാമ് ഹർഫ് ജർ, പിന്നെ ഹു എന്നത് ലഹു വമീറിൽ മബ്നിയാകുന്ന മുമ്പിൽ മബ്നിയാകുന്ന വമീർ ജറിന്റെ സ്ഥാനത്ത്. ലഹു മുസ്ലിമൂൻ കീഴൊതുങ്ങിയവർ, മുസ്ലിമൂൻ കീഴൊതുങ്ങിയവർ. മുസ്ലിമുൻ ജമ മുസ്ലിമൂന, മുസ്ലിമുൻ ജമ മുസ്ലിമൂന, അത് ഖബറാണ്. നഹ്നു മുസ്ലിമൂന, നഹ്നു ഞങ്ങൾ, മുസ്ലിമൂന അത് ഖബർ മർഫൂആണ്, ഖബർ മർഫൂആണ്. ഫൈൻ ആമനു അതിനുശേഷമുള്ള ആയത്തിന്റെ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് വിശദീകരിക്കാം. ഏതായിരുന്നാലും ഈ ആയത്തില് പറയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ നിങ്ങൾ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആയെങ്കിൽ മാത്രമേ ശരിയായ ഹിദായത്തിലാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി അങ്ങനെയല്ല. നിങ്ങൾ ഇബ്രാഹീമിന്റെ ഋജുവായ ആ പാത അത് പിന്തുടർന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ ഹിദായത്തിൽ എത്താൻ സാധിക്കുള്ളൂ. കാരണം എന്താണ്? ഇബ്രാഹിം നബി മുശ്രിക്കായിരുന്നില്ല. അദ്ദേഹം അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന യഥാർത്ഥ മുവഹിദായിരുന്നു എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ആ ഇബ്രാഹീമിന്റെ മാർഗമാണ് ശരിയായ മാർഗം. പിന്നീടുള്ള മാർഗങ്ങളിലൊക്കെ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹിദായത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നാണ്. എന്നിട്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖൂലു ആമന്നാ ബില്ലാഹി, ഖൂലു നിങ്ങൾ പറയുക. എന്താ പറയേണ്ടത്? വെറുതെ ഞങ്ങള് ക്രിസ്ത്യാനികളാണ്, ജൂതന്മാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഹിദായത്തിലെത്തൂല. മറിച്ച് ഹിദായത്തിലെത്താനുള്ള മാർഗം നിങ്ങൾ ഇപ്രകാരം പറയണം, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുപോലെ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളിലും, അതേതൊക്കെ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഇസ്ഹാഖിലും യാക്കൂബിലും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകൾക്ക് എന്തെല്ലാം നൽകപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന തൗറാത്തായിരുന്നാലും ഇഞ്ചീലായിരുന്നാലും അതിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഒമാ ഊത്തിയ മൂസ, മൂസാക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഈസാക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഒമാ ഊത്തിയ നബിയൂന മിർ റബ്ബിഹിം, മറ്റ് എല്ലാ പ്രവാചകന്മാർക്കും അവതരിപ്പിക്കപ്പെട്ടതിലും. ഇതൊക്കെ ഒരേ സന്ദേശമാണ്. അതാണ് സംഭവം. ഇബ്രാഹീമിന് നൽകപ്പെട്ട സന്ദേശം തന്നെയാണ് ഇസ്മായിലിനും ഇസ്ഹാഖിനും യാക്കൂബിനും അതുപോലെ മൂസാ നബിക്കും ഈസാ നബി അങ്ങനെ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും അലൈഹിമുസ്സലാം അവർക്കെല്ലാവർക്കും നൽകപ്പെട്ടത് ഒന്നു തന്നെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തൗഹീദിൽ ഉള്ള പ്രവാചകനും
മറ്റ് ഏതെങ്കിലും ഒരു പ്രവാചകൻ തൗഹീദ് ഇല്ലാത്ത പ്രവാചകനും ആവില്ല. അതുകൊണ്ട് അവരെല്ലാവരും മുറുകെ പിടിച്ചിരുന്ന ആ തൗഹീദിലേക്ക് വിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുകയും ആ അള്ളാഹു അവതരിപ്പിച്ചുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുക. പിന്നീട് ഒരു പ്രവാചകനിടയിലും ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ ഒരാളിലും ഒരു പ്രവാചകനെയും പ്രത്യേകം വ്യത്യാസം കൽപ്പിക്കുന്നില്ല. എല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്, എല്ലാവരിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈസാ നബിയിൽ വിശ്വസിക്കാൻ അവർക്ക് പ്രയാസം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ അവർക്കും പ്രയാസം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും അവരുടെയൊക്കെ ആദർശ പിതാവായി അറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പരമ്പരകളിൽ നിന്നാണ് എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലും മറ്റുള്ള പ്രവാചകന്മാർ ഇബ്രാഹിം നബിയുടെ മറ്റൊരു പുത്രനായ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരകളിലുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവരിൽ എല്ലാവരും പ്രവാചകന്മാരാകുന്നു. ആ പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസം കൽപ്പിക്കാൻ പാടില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാകുന്നു, മുസ്ലിങ്ങളാകുന്നു. കാരണം ഈ പ്രവാചകന്മാരെ മുഴുവനും അവതരിപ്പിച്ചതും പറഞ്ഞയച്ചതുമെല്ലാം അള്ളാഹുവാണ്. ആ പ്രവാചകന്മാരിലൂടെ ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അത് അവതരിപ്പിച്ചതും അള്ളാഹുവാണ്. ആ അള്ളാഹു എന്തു പറയുന്നുവോ അതിലേക്ക് ഞങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു. അള്ളാഹുവാണ് എല്ലാ പ്രവാചകന്മാരെയും അവതരിപ്പിച്ചത്, ആ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരിലും അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഇതിന്റെ മറ്റ് വിശദാംശങ്ങളും അതുപോലെ തന്നെ അടുത്ത ആയത്തിലടങ്ങിയ വ്യാകരണ നിയമങ്ങളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ അതിലടങ്ങിയ സകല വിജ്ഞാനങ്ങളും മനസ്സിലാക്കി അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അത് ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയിലുള്ള ഒരു വിളക്കായി സൂക്ഷിക്കുകയും അത് പരലോകത്ത് ഉപകാരപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു തന്നെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സ്വാലിഹായ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ഈ ഇത്തരത്തിലുള്ള പഠനങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടിയുള്ള ഒരുമിച്ച് കൂടലുകൾ അള്ളാഹു അത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا